പാലക്കാട് കരടിയോട് ജനവാസ മേഖലയിൽ ഒറ്റയാനെ കണ്ടെത്തി അവശനായ ആനയെ മയക്കുവെടി വെച്ചു. ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ പ്രാഥമിക ചികിത്സ നൽകി കാട്ടിലേക്ക് കയറ്റിവിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, വനംവകുപ്പ് സ്വീകരിക്കുന്ന നടപടികൾ എങ്ങനെ? നിഖിൽ, ശ്രീജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. ഈ മേഖലയെ ആകെ ഭീതിയിലാക്കിയ ഒരു ഒറ്റയാനാണ് ഇത്. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ ഇരട്ടവാരി കരടിയോട് എന്ന പ്രദേശത്താണ് ജനവാസ മേഖലയിൽ വീടിന് മുന്നിൽ ഒറ്റയാൻ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏറെ നേരമായിട്ടും ഇത് മടങ്ങിപ്പോകാത്തതിനെ തുടർന്ന് പരിഭ്രാന്തരായ നാട്ടുകാർ വനവകുപ്പിനെ വിവരം അറിയിച്ചു. തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തുകയും ഈ ആനയുടെ കാലിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് തൃശൂരിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ ഡേവിഡ് സംഭവ സ്ഥലത്തെത്തുകയും ഈ ആനയെ മയക്കുവെടി വെക്കുകയും ചെയ്തു. 3 മയക്കുവെടി വെച്ചിട്ടും ഇതുവരെ ആന മയങ്ങി തുടങ്ങിയിട്ടില്ല, പൂർണ്ണമായ മയക്കത്തിലായിട്ടില്ല. ആനയുടെ ഒരു കാലിന് മുറിവുള്ളതായാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മുറിവിന്റെ തീവ്രതയും മറ്റും പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വെറ്ററിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവ സ്ഥലത്ത് നിരീക്ഷണം തുടരുന്നുണ്ട്. ഈ ആനയുടെ ആരോഗ്യനില തൃപ്തികരമാവുകയാണെങ്കിൽ മാത്രം വനത്തിലേക്ക് കയറ്റിവിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്ക്, ധോണി അടക്കമുള്ള ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോൾ 3 ഡോസ് നൽകിയിട്ടും ആന മയങ്ങുന്നില്ല എന്നുള്ളതാണ്. ജനവാസ മേഖലയിൽ തന്നെ ഇതിങ്ങനെ തുടരുകയാണ്. അതിന് നടക്കുന്നതിന് മറ്റും വലിയ പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് മയക്കുവെടി കൂടി ഏറ്റതിന് പിന്നാലെ മയങ്ങുന്നതിന് ചില പരിമിതികളുണ്ടെങ്കിലും ഇതുവരെ പൂർണ്ണമായ മയക്കത്തിലേക്ക് കടന്നിട്ടില്ല ആന. ശരി, ജനവാസ മേഖലയിൽ കണ്ടെത്തിയ ഒറ്റയാനയെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. ആന പൂർണ്ണമായി മയക്കത്തിലേക്ക് എത്തിയിട്ടില്ല. കാട്ടിലേക്ക് കയറ്റിവിടണോ, ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റണോ എന്നുള്ള കാര്യത്തിലൊക്കെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം വനംവകുപ്പ് തീരുമാനമെടുക്കും. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIഎമ്മിനെ വീണ്ടും കടന്നാക്രമിച്ച് CPI. നിലവിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി പഠിക്കുകയും തിരുത്തുകയും വേണമെന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. UDFിൽ പോകണമെന്ന അഭിപ്രായം പറയാൻ പാർട്ടി അംഗങ്ങൾക്ക് അവകാശമുണ്ട്. നിലവിൽ അങ്ങനെയൊരു സാഹചര്യം ഇല്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ബിനോയ് വിശ്വം മുന്നണി വിട്ട് പുറത്തു വരണമെന്ന് CPI മുന്നണി വിട്ട് പുറത്തു വരണമെന്ന് UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെട്ടു. CPI മുന്നണി വിട്ട് UDFിന്റെ ഭാഗമാകണമെന്ന അഭിപ്രായം ചില ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിലുള്ള പാർട്ടി നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി അംഗങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നിലപാട് തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണെന്ന് ബിനോയ് വിശ്വം. ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ 8-ാം തീയതി കമ്മിറ്റി കൂടാൻ പോകുന്നുണ്ട്. 8, 9, 10 ഇനി വീണ്ടും ഒരു നല്ല നിരീക്ഷണം നടത്തി പാർട്ടി അവരോടൊക്കെ പറയും. 8, 9, 10 സ്റ്റേറ്റ് സെക്യൂരിറ്റി കൗൺസിൽ, അത് കഴിഞ്ഞിട്ട് പറയേണ്ടതൊക്കെ പറയും. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി അച്യുതമേനോനാണ്. EMS കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷേ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുതമേനോൻ തന്നെയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശൈലി മാറ്റമടക്കമുള്ള വിമർശനങ്ങൾ പഠിക്കുകയും വേണമെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തുകയും ചെയ്യുമെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി. അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിന്റെ ഭാഷയും ഭാവവും രൂപവും മാർഗവും ഒക്കെ അറിയാം. CPIക്കും അറിയാം, CPIഎമ്മിനും അറിയാം. ഞങ്ങൾ തിരുത്തി മുന്നേറും. തിരുത്തൽ വേണം. LDFിന് നേതൃത്വം നൽകാൻ CPIഎമ്മിന് അർഹതയില്ലെന്ന് CPI തിരിച്ചറിയണമെന്നും മുന്നണി വിട്ട് അവർ പുറത്തു വരണമെന്നും UDF കൺവീനർ MM ഹസനും വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ CPIഎം ആലപ്പുഴ, കോട്ടയം ജില്ലാ കമ്മിറ്റികളിലും വിമർശനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണമെന്ന് ചർച്ചയിൽ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. നവകേരള സദസ് വേദിയിൽ മുഖ്യമന്ത്രി തോമസ് ചാഴികാടനെ പരസ്യമായി തിരുത്തിയ നടപടി അനുചിതമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. CPIഎമ്മിനെ പിന്തുണച്ച വെള്ളാപ്പള്ളി നടേശൻ നിലപാട് മാറ്റിയതിന് പിന്നിൽ ED ഉപയോഗിച്ചുള്ള സമ്മർദ്ദമാണെന്ന് തന്നോട് തുറന്നു പറഞ്ഞതായി AM ആരിഫ് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശൈലിയുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളിൽ പ്രധാനമെന്ന വിമർശനമാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. ക്ഷേമ പെൻഷൻ നൽകാതിരുന്നത് ധനകാര്യ വകുപ്പിന്റെ പിടിപ്പുകേടാണെന്നും ചർച്ചയിൽ ആക്ഷേപമുയർന്നു. വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചും പിന്തുണച്ചും കമ്മിറ്റി അംഗങ്ങൾ നിലപാട് വ്യക്തമാക്കി. വെള്ളാപ്പള്ളി മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുള്ള ആളാണെന്നും എന്നാൽ പിന്നീട് വെള്ളാപ്പള്ളി നിലപാട് തിരുത്തിയെന്നും AM ആരിഫ് പറഞ്ഞു. ED ഉപയോഗിച്ചുള്ള സമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി AM ആരിഫ് വെളിപ്പെടുത്തി. കായംകുളത്തും ഹരിപ്പാടുമുണ്ടായ BJP മുന്നേറ്റത്തിന് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയും സംഘടനാ പ്രശ്നങ്ങളുമാണെന്നും പ്രതിനിധികൾ ആരോപിച്ചു. കുട്ടനാട്ടിലെ സംഘടനാ പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ ഫലം കണ്ടില്ലെന്ന കുറ്റപ്പെടുത്തലുമുണ്ടായി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തിക്ക് കാരണമായെന്ന വിമർശനമാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. MP രാജേഷ്, വീണ ജോർജ് എന്നിവരുടെ പ്രകടനം പോരാ തുടങ്ങിയ അഭിപ്രായങ്ങളും കോട്ടയത്തെ നേതൃയോഗങ്ങളിൽ ഉയർന്നു. കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ടിംഗും ചർച്ചകളും അടുത്ത മാസം 4-ന് തുടങ്ങും. 24 ആലപ്പുഴ.
TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് പട്ടിക ചോർന്ന സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് നീക്കം. കണ്ണൂർ ചുക്ലി സ്റ്റേഷനിലെ 2 ASIമാരിൽ നിന്ന് കൂത്തുപറമ്പ് ACP മൊഴിയെടുത്തു. പട്ടിക ചോർന്നത് ഇവരിൽ നിന്നാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവിനായി KK രമയുടെ മൊഴിയെടുത്ത ASIയെ സ്ഥലം മാറ്റി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പുറത്തായത് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു. സംഭവത്തിൽ 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനാണ് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയ പട്ടിക എങ്ങനെ ചോർന്നു എന്നന്വേഷിക്കാൻ DGP നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായാണ് പാനൂർ സ്റ്റേഷനിലെ 2 ASIമാരെ കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് ACP ചോദ്യം ചെയ്തത്. പ്രവീൺ, ഷാജു എന്നീ ASIമാരാണ് TP കേസ് പ്രതികളായ ഷാജി, അണ്ണൻ സജിത്ത് എന്നിവരുടെ ശിക്ഷാ ഇളവിന് മൊഴിയെടുക്കാൻ KK രമയെ വിളിച്ചത്. ഇവരിൽ നിന്നാണ് ശിക്ഷാ ഇളവിനുള്ള പട്ടിക പുറത്തുപോയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനിടെ TP കേസിലെ മറ്റൊരു പ്രതിയായ ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ KK രമയുടെ മൊഴിയെടുത്ത ASIയെ സ്ഥലം മാറ്റി. കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. 24 കണ്ണൂർ. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ അവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും വെള്ളക്കെട്ടും തുടരുകയാണ്. മഴക്കെടുതിയിൽ ഡൽഹിയിൽ മരണം 11 ആയിട്ടുണ്ട്. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഡൽഹി സമയപ്പൂർ ബദലിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ കളിക്കാനിറങ്ങിയ കുട്ടികളാണ് മുങ്ങിമരിച്ചത്. ഷാലിമാർ ബാഗിൽ 20 വയസ്സുകാരനും മുങ്ങിമരിച്ചു. ഒക്ല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ അണ്ടർപാസിൽ സ്കൂട്ടർ യാത്രികൻ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ മഴക്കെടുതിയിൽ ഡൽഹിയിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡിന്റെ പലയിടങ്ങളും തകർന്നു. സംഭവത്തിൽ 6 ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. അന്വേഷണം നടക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൗഹാൻ വ്യക്തമാക്കി. ഗുജറാത്തിലും പഞ്ചാബിലും ശക്തമായ മഴയും വെള്ളക്കെട്ടുമുണ്ട്. ഉത്തരാഖണ്ഡിലും സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാണ്. ഹരിദ്വാറിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. വീടുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഗംഗാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഡൽഹി, UP, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിനീത VG, 24, ഡൽഹി. തൃശൂർ കയ്പമംഗലത്തെ മീൻപിടുത്തത്തിനിടെ വള്ളം മറിഞ്ഞ് 3 തൊഴിലാളികൾക്ക് പരിക്ക്. കൂരിക്കുഴി സ്വദേശി തൈക്കാട് സുരേഷിന്റെ ഭാഗ്യമാല എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരും സാഹസികമായി നീന്തിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടെ ട്രോളിംഗ് നിരോധനം മറികടന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങി. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ടാണ് കുടുങ്ങിയത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM കോട്ടകൾ കേന്ദ്രീകരിക്കാൻ BJP. പാർട്ടി ഗ്രാമങ്ങളിൽ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. PK കൃഷ്ണദാസിനാണ് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും ചുമതല. BDJS മത്സരിച്ച 4 സീറ്റുകളിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായില്ല എന്നും വിമർശനം ഉയർന്നു. 60 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP നിർണായക ശക്തിയെന്ന് സംസ്ഥാന നേതൃയോഗം വിലയിരുത്തുന്നു. ഈ മണ്ഡലങ്ങളിൽ 30,000-ന് മുകളിൽ വോട്ട് BJPക്കുണ്ട്. അടിസ്ഥാന ഹിന്ദു വിഭാഗത്തിന്റെ വോട്ട് BJPക്ക് ലഭിച്ചു. ഈഴവ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഏറി. ആദിവാസി മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കി. പ്രധാന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലകളിലും പുന്നപ്ര, വയലാർ, പാറപ്പുറം തുടങ്ങി ചരിത്രപ്രസിദ്ധമായ ഇടങ്ങളിലും BJP മുന്നേറ്റം പ്രകടം. CPIM ശക്തി കേന്ദ്രങ്ങളിൽ വൻ നേട്ടമുണ്ടാക്കാൻ BJPക്കായി. 15% നിന്ന് 20%-ലേക്ക് വോട്ട് ഷെയർ എത്തുമ്പോൾ ലഭിച്ചതിലേറെയും CPIM വോട്ടുകൾ. ഉദുമ മുതൽ തലശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിൽ വോട്ട് വർദ്ധിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ നിരന്തര ക്യാമ്പയിൻ നടത്താനാണ് തീരുമാനം. പാർട്ടി ഗ്രാമങ്ങളിൽ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. തലശ്ശേരി കേന്ദ്രീകരിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചുമതല PK കൃഷ്ണദാസിന് നൽകി. മറ്റു മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നേടാനായപ്പോൾ തിരുവനന്തപുരത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ നേടാനായില്ലെന്ന വിമർശനം ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെതിരെ ഉയർന്നു. നഗരത്തിൽ BJP വോട്ടുകൾ യഥാവിധി പോൾ ചെയ്യിക്കാനായില്ല. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരമേഖലകളിൽ പിന്നോക്കം പോയത് പരിശോധിക്കും. BDJS മത്സരിച്ച 4 സീറ്റുകളിൽ കൂടി വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ വോട്ട് ഷെയർ 22%-ന് മുകളിലായേനെയെന്നും നേതൃയോഗം വിലയിരുത്തി. ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJP പ്രാഥമിക ആലോചന ആരംഭിച്ചു.
വയനാട്ടിൽ ശോഭാ സുരേന്ദ്രൻ, AP അബ്ദുള്ളക്കുട്ടി, സന്ദീപ് വാര്യർ എന്നീ പേരുകളാണ് പരിഗണനയിൽ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ C കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് എന്നീ പേരുകളും ചേലക്കരയിൽ TN സരസുവിന്റെ പേരിനുമാണ് മുൻതൂക്കം. അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. മൻ കി ബാത്തിന് പിന്നാലെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു കോൺഗ്രസ്. മൻ കി ബാത്തിൽ നീറ്റ് ക്രമക്കേട്, റെയിൽവേ അപകടം, ഡൽഹി വിമാനത്താവള അപകടം അതുപോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരാമർശിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിമർശനം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, കോൺഗ്രസിന്റെ വിമർശനം എങ്ങനെ ബൽറാം? റിജിത്ത്, മൂന്നാം തവണയും അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി നടത്തിയ മൻ കി ബാത് പരിപാടിക്ക് തൊട്ടു പിന്നാലെയാണ് ഈ പരിപാടിയിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ആണെങ്കിൽ പോലും അധികാരത്തിലെത്തിയ പശ്ചാത്തലത്തിൽ നടത്തുന്ന ആദ്യ മൻ കി ബാത് പരിപാടിയിൽ ഗൗരവമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ അത് ഉണ്ടായില്ല എന്നുമാണ് കോൺഗ്രസിന്റെ മാധ്യമവിഭാഗം തലവൻ പവൻ ഖേര വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മറിച്ച് പ്രധാനമന്ത്രിയിൽ നിന്നും ജനങ്ങൾ, രാജ്യത്തെ യുവാക്കൾ ആഗ്രഹിച്ചിരുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേട്, ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലുണ്ടായ ട്രെയിൻ അപകടം, ഒപ്പം തന്നെ ഡൽഹി വിമാനത്താവളം അടക്കമുള്ള രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ അപകടങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിനെക്കുറിച്ച് എന്നാൽ പ്രധാനമന്ത്രി ഒരു വാക്കുപോലും പരാമർശിച്ചില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ കുടകളെക്കുറിച്ചാണ് പരാമർശിച്ചത്. ദക്ഷിണേന്ത്യയെ അപമാനിച്ച പ്രധാനമന്ത്രി എന്നാൽ കുടകളെ വർണ്ണിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഗൗരവമുള്ള വിഷയങ്ങൾ പരാമർശിക്കാതെ പോയത് നിരാശാജനകം എന്നുമുള്ള പ്രതികരണമാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. റീജിത്ത്, ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ഗതാഗത മന്ത്രിയുടെ റോഡ് പരിഷ്കാരത്തിന് പുല്ലുവില. ആലുവ പറവൂർ കവല ദേശീയപാതയിൽ ഇന്നലെ സ്ഥാപിച്ച ട്രാഫിക് ബോർഡ് കടയുടമകൾ എടുത്തുമാറ്റി. മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ബോർഡ് സ്ഥാപിച്ചത്. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. എബിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കടയുടമകൾ പറയുന്നത്? എബിൻ, ശ്രീജിത്ത്, ആലുവ പറവൂർ കവലയ്ക്ക് സമീപം വലിയ ഗതാഗത കുരുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ദേശീയപാതയിൽ ഇവിടെ വാഹനങ്ങൾ പതിവായി ഗതാഗത കുരുക്കിൽപ്പെടുന്നത് ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഗതാഗത മന്ത്രി തന്നെ സ്ഥലത്ത് പരിശോധന നടത്തുകയും കൃത്യമായ ട്രാഫിക് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നിർദ്ദേശം പോലീസിന് നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പറവൂർ കവലയിൽ ബോർഡുകൾ സ്ഥാപിച്ച്, പ്രത്യേകിച്ച് നോൺ പാർക്കിംഗ് ബോർഡുകളൊക്കെ സ്ഥാപിക്കുകയും പിന്നെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയത്. ഈ ബോർഡുകളാണ് ഇപ്പോൾ കടയുടമകൾ എടുത്തു മാറ്റിയത്. ഇന്നലെയായിരുന്നു ബോർഡ് സ്ഥാപിച്ചത്. കടയുടമകൾ പറയുന്നത് ഈ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതുകൊണ്ട് തന്നെ കടയിലേക്ക് ആളുകൾ എത്തുന്നില്ല, അവർക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരസ്യമായി ഇത്തരത്തിൽ ബോർഡ് എടുത്തു മാറ്റിയത്. ഏതായാലും ജില്ലാ പോലീസ് മേധാവി ഈ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് എന്ന് ചില പ്രേക്ഷകർ ചോദിച്ചിരുന്നു എന്ന് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാനത്ത് മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, വിവരങ്ങൾ. അലക്സ്, രഞ്ജിത്ത്, സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ സാധാരണ മഴ, അതായത് ഇടത്തരം മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. വടക്കൻ കേരളത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. കാരണം വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 3 ജില്ലകളിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലടക്കം ഈ മഴ, അതായത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ അതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുന്നറിയിപ്പുള്ളത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സമില്ല. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ജൂലൈ 4 ശേഷം കാലവർഷം വീണ്ടും സജീവമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കാലാവസ്ഥാ വിദഗ്ധരും അറിയിക്കുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ചില പ്രേക്ഷകർ
24-ന്റെ കുടയെപ്പറ്റിയും കമൻറ്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സഫീർ മണ്ണാർക്കാട് പറയുന്നു 24-ന്റെ കുടയെപ്പറ്റി മോദിജിക്ക് വേണ്ടത്ര പരിചയമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. മൻ കി ബാത്തിൽ അട്ടപ്പാടിയിലെ കുട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം ഇടം പിടിച്ചതോടുകൂടിയാണ് അങ്ങനെ ഒരു കമൻറ്റ് കുറിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ അലി മണ്ണാർക്കാട് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു മോദി 24-ലെ കുടയെപ്പറ്റി പറയാത്തത് എന്ത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 24-ന്റെ കുട അത് പ്രേക്ഷകർക്ക് അത്രയും പരിചിതമാണ് എന്നറിയുന്നതിൽ വലിയ സന്തോഷവുമുണ്ട്. ഈ ഘട്ടത്തിൽ ആ കമൻറ്റുകൾ കാണുമ്പോൾ ആ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയുമാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ പീഡനക്കേസ് പ്രതിയെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ കയ്യാങ്കളി ഉണ്ടായി. വിവാദ പ്രാദേശിക നേതാവ് CC സജിമോനെ യോഗത്തിൽ നിന്ന് ഇറക്കിവിട്ടു. 2017 വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പരാതിയിലും പിന്നീട് ഈ കുഞ്ഞിന്റെ DNA പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയിരുന്ന കേസിലും തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന CC സജിമോൻ പ്രതിയായിരുന്നു. വനിതാ നേതാവിന്റെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന കേസിലും സജിമോൻ പിന്നീട് പ്രതിയായി. ആദ്യഘട്ടത്തിൽ പാർട്ടി സസ്പെൻഡ് ചെയ്ത് ഒഴിവാക്കിയെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത് സജിമോനെ പുറത്താക്കുകയായിരുന്നു. കൺട്രോൾ കമ്മീഷനിൽ പരാതി നൽകി 1 മാസം മുൻപാണ് സജിമോനെ പിന്നീട് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തത്. ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ ഇന്നലെ ചേർന്ന തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ തർക്കവും പിന്നീട് കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്ന് CC സജിമോനെ ഇറക്കിവിട്ടു. ഇന്നലെ രാത്രിയോടെ തന്നെ സജിമോനെതിരെ പാർട്ടി ഓഫീസ് പരിസരത്തും തിരുവല്ല നഗരത്തിലും പോസ്റ്ററും പതിച്ചു. എന്നാൽ പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ് സജിമോനെ തിരിച്ചെടുത്തതെന്നാണ് തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയുടെ പ്രതികരണം. അത് കൺട്രോൾ കമ്മീഷൻ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉയർന്ന ഘടകത്തിലേക്ക് പോകാം. അവരത് പരാതി സ്വാഭാവികമായിട്ട് ജനാധിപത്യപരമായി പരാതി കൊടുക്കാനുള്ള അവകാശം. ആ പരാതിയുടെ പേരിൽ തീരുമാനം പുനഃപരിശോധിച്ച് വന്നാൽ ആ തീരുമാനം നടപ്പിലാക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല, ഞങ്ങളായ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നില്ല. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച CC സജിമോൻ പോസ്റ്റർ പതിച്ചതിന് പിന്നിൽ പാർട്ടി വിരുദ്ധരാണെന്ന് പ്രതികരിച്ചു. കാരണം എൻ്റെ പേര് വെച്ചുകൊണ്ട് പാർട്ടിയെ സമൂഹത്തിൽ അപമാനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെതിരെ പരാതി ഉണ്ടെന്ന് പറയുന്ന സ്ത്രീക്ക് പരാതിയില്ല. ഈ കഴിഞ്ഞ പരാതി കൺട്രോൾ കമ്മീഷനിൽ ഞാൻ പോകാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാലും എനിക്കെതിരെ പരാതി ഉണ്ടെന്ന് പറയുന്ന ആ സ്ത്രീക്ക് പരാതിയില്ല എനിക്കെതിരെ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ 24 പത്തനംതിട്ട. BB കഫേ എന്ന ഐഡിയിൽ നിന്ന് കുറിക്കുന്ന കമന്റ് ഇങ്ങനെയാണ്. ചാലക്കുടി മേലൂർ പാലപ്പിള്ളി പുഷ്പഗിരി റോഡ് നന്നാക്കാതെ കാലം കുറയായി. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയതാണ്. ഒരുപാട് തവണ അത് വാർത്തകളായി മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു പരിഹാരവുമില്ല. 24 ആ വിഷയത്തിലൊന്ന് ഇടപെടണം എന്നുള്ള ആവശ്യം BB കഫേ എന്ന ഐഡിയിൽ നിന്ന് മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാവുന്നതുമാണ്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കമന്റുകൾ കാണുന്നുണ്ട്. ഹാഷ്മി എവിടെ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. ഹാഷ്മി ഇന്ന് ഇല്ല. നാളെ ഈ പരിപാടിയുമായി പ്രേക്ഷകർക്കൊപ്പം എത്തുകയും ചെയ്യും. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിനും എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ. ഇന്ന് 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൾ പാസ് ആണ്. ആരെങ്കിലും തോറ്റാൽ സർക്കാർ പരാജയം എന്നാണ് പറയുക. എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഒരു 50% ആളുകളെ ജയിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും. എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചാണ്. എന്താണ്? സർക്കാർ പരാജയമാണ്. 50% തോറ്റു. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാൻ അറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ നിലപാട് നമ്മൾ എടുക്കാൻ പോവാണ്. പശുവിനെ കണ്ട അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ? പശുക്കളെ കണ്ടപ്പോൾ ഇംഗ്ലീഷിൽ വാട്ട് ഇസ് ദിസ്? തന്നോട് നല്ല ചോദിക്കുന്ന കാര്യമാണ്. പട്ടിയാണെന്ന് ചോദിക്കും പശുവിനെ കണ്ട്. പോത്തിനെ കണ്ടറിയോ? എരുമയെ കണ്ടറിയോ? ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടറിയോ? പട്ടിയെ കണ്ടറിയായിരിക്കും വലിയ വളർത്തു മൃഗങ്ങളെ പട്ടികളെ വീട്ടി മേടിക്കുക വളർത്തുന്നുണ്ട്. നമ്മളൊരു അസാധാരണമായ ജീവിത രീതിയിലേക്ക് മാറി. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ തിരുവനന്തപുരത്തു നിന്നുള്ള റിപ്പോർട്ടിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകേണ്ടതുണ്ട്. മലപ്പുറം താനൂരിൽ ലോട്ടറി കച്ചവടക്കാരനോട് ക്രൂരത. ലോട്ടറി ടിക്കറ്റിലെ തീയതി തിരുത്തി 5000 രൂപ തട്ടിയെടുത്തു. താനൂർ മൂലക്കൽ സ്വദേശി വടക്കുംപുറത്ത് ദാസനാണ് കബളിപ്പിക്കപ്പെട്ടത്. താനൂർ ശോഭപ്പറമ്പിലെ ക്ഷേത്രത്തിന് സമീപമാണ് ദാസൻ വർഷങ്ങളായി ലോട്ടറി വിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരാൾ ലോട്ടറി ടിക്കറ്റ് നൽകി സമ്മാനം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. പരിശോധിച്ചപ്പോൾ 5000 രൂപ സമ്മാനം ലഭിച്ചതായി കണ്ടു. 3500 രൂപയും ബാക്കി പൈസക്ക് 41 ലോട്ടറി ടിക്കറ്റും ദാസൻ അയാൾക്ക് നൽകി. ഒരാൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വന്നു. പെട്ടെന്നൊന്നുള്ളൂ പറഞ്ഞു, ഒരു ടിക്കറ്റ് ഉണ്ട് നോക്കാൻ, ആ ടിക്കറ്റ് ഒന്ന് നോക്കി തരുമെന്ന് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചത് ഇന്നത്തെ 21-ാം തീയതിയിലത്തെ ടിക്കറ്റാണ്, അതൊന്ന് നോക്കി തരുമോ അതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ
ഞാൻ ബോളിൽ ഇങ്ങനെ നോക്കിയപ്പോൾ 21-ാം തീയതി ഞാൻ പറഞ്ഞു 5000 ഉണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളൊന്ന് മാറി തരുമെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു ഞാൻ കടയിൽ പോയിക്കോളി അവിടെ മാറി അവർ തരുന്നു എൻ്റെ അടുത്ത് കാശില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ആ ടിക്കറ്റ് തരും ഞാൻ കുറച്ച് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ടിക്കറ്റ് കൊടുത്തപ്പോൾ 41 ടിക്കറ്റ് അയാൾ എൻ്റെ അടുത്ത് നിന്ന് എടുത്ത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പൈസ ആയില്ല, കടയിൽ നിന്ന് ഒരു 2000 വാങ്ങിയിട്ട് അയാൾക്ക് ആ 3500 റുപ്യ കൊടുത്തു. ദാസൻ ഏജൻസിയിൽ പണം കൈപ്പറ്റാനായി ചെന്നപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. 14-ാം തീയതിയിൽ നറുക്കെടുത്ത ലോട്ടറി ടിക്കറ്റാണ് 21-ാം തീയതിയിലേതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ദാസന് നൽകിയത്. ആ കടയിൽ കൊടുത്ത് മാറാൻ കൊടുത്തപ്പോൾ അയാൾ ഡേറ്റ് മാറിയുള്ള ഇതിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു, ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അയാളെ കണ്ടെത്താനും പറ്റിയിട്ടില്ല, കണ്ടാലറിയാം. കൈകാലുകൾക്ക് ബലക്കുറവും കാഴ്ചക്കുറവുമുള്ളയാളാണ് ദാസൻ. ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് 3 കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ജീവിതം. ദാസൻ താനൂർ പോലീസിൽ പരാതി നൽകി. സമീർ ബിൻ കരീം, 24, തിരൂർ. JP നഡ്ഡ കേന്ദ്രമന്ത്രിയായതോടുകൂടി BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര്, അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നതോടുകൂടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ള ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് JP നഡ്ഡ തുടർന്നേക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന സൂചനകൾ. നഡ്ഡയുടെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ 6 മാസം കൂടി നീട്ടി നൽകിയേക്കും എന്നാണ് സൂചന. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. JP നദ്ദയ്ക്ക് 2023 നീട്ടി നൽകിയ കാലാവധിയാണ് ഇന്ന് പൂർത്തിയാകുന്നത്. BJPയുടെ പുതിയ ഇടക്കാല അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കുമെന്നാണ് വിവരം. സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ നഡ്ഡയ്ക്ക് 6 മാസം കൂടി കാലാവധി നീട്ടി നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. കാലാവധി നീട്ടി നൽകിയാൽ 3 പദവികളായിരിക്കും JP നഡ്ഡ വഹിക്കുക. ഇത് ഒരു നേതാവ് ഒരു പദവി എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദത്തിന് വിപരീതമാകും. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തിന് പുറമെ കേന്ദ്രമന്ത്രി സ്ഥാനവും രാജ്യസഭാ കക്ഷി നേതൃസ്ഥാനവും JP നഡ്ഡയ്ക്കുണ്ട്. വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചയെ തുടർന്ന് JJPയുമായി തെറ്റിപ്പിണങ്ങിയ BJP ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചു. നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ഹരിയാനയിലെ നേതൃയോഗത്തിൽ അമിത്ഷാ വ്യക്തമാക്കി. നിലവിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാണ് നയാബ് സിംഗ് സൈനി ഭരിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് JJPയുടെ തീരുമാനവും സംസ്ഥാനത്ത് BJPക്ക് വെല്ലുവിളിയാണ്. ഒക്ടോബറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JJPയെ ഒപ്പം നിർത്തുവാനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് ക്യാമ്പിൽ പുരോഗമിക്കുന്നുണ്ട്. 24, ഡൽഹി. കർണാടക സർക്കാരിലെ നേതൃമാറ്റ തർക്കത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ് വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർക്കും MLAമാർക്കും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുന്നറിയിപ്പ് നൽകി. സർക്കാരിലെ നേതൃമാറ്റത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടായത്. ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞുള്ള പരസ്യപ്പോര് തുടർന്നാൽ പാർട്ടിക്കും സർക്കാരിനും ഗുണകരമാകില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് KPCC അധ്യക്ഷൻ കൂടിയായ DK ശിവകുമാർ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. വിഷയത്തിൽ പരസ്യ പ്രതികരണം ആവർത്തിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് DK പറഞ്ഞു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പിന്നാലെ DK ശിവകുമാറും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സിദ്ധരാമയ്യ സർക്കാരിന്റെ 1 വർഷം മാത്രം പൂർത്തിയായ ഘട്ടത്തിൽ അധികാരമാറ്റ ചർച്ചകൾ ആവശ്യമില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഇത് സിദ്ധരാമയ്യ വിഭാഗത്തിന് താൽക്കാലിക ആശ്വാസമാണ്. 24, ബംഗളൂരു. തിരുവനന്തപുരം ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ നടന്നത് വൻ ക്രമക്കേടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. വായ്പ നൽകിയതിലും ബോർഡ് അംഗങ്ങളെ നിയമിച്ചതിലും തിരിമറി നടന്നു എന്നാണ് കണ്ടെത്തൽ. ബാങ്കിന്റെ ബാധ്യത 17 കോടി എന്നാണ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ബാങ്ക് പ്രസിഡന്റ് അണിയൂർ ജയകുമാർ കബളിപ്പിച്ചെന്ന് ആത്മഹത്യ ചെയ്ത ബിജുകുമാറിന്റെ കുടുംബം ആരോപിച്ചു. പ്രസിഡന്റ് കബളിപ്പിച്ചത് തന്നെയാണ്, എൻ്റെ ചേട്ടനെ കൊന്നത് തന്നെയാണ്. സമാധാനപ്പെടുത്തിയിട്ടിരുന്നെങ്കിൽ എൻ്റെ ചേട്ടൻ പോവില്ലായിരുന്നു, ജീവനോടെ കിട്ടി. കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇല്ലാതായത്. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായ ജയകുമാർ ബിജുവിന്റെ കയ്യിൽ നിന്ന് 2,52,000 രൂപ തട്ടിയെന്നാണ് ആരോപണം. ചിട്ടിത്തുക ലഭിക്കുമ്പോൾ പണം തിരികെ നൽകാമെന്നായിരുന്നു ജയകുമാർ പറഞ്ഞത്. എന്നാൽ ബാങ്കിൽ കയറിയിറങ്ങി മടുത്ത ബിജു ജീവനൊടുക്കി. ഇങ്ങനെ അങ്ങള് പറ്റിച്ചാണ്, ഇനി കിട്ടാൻ വല്ല വഴിയുണ്ടോന്ന് അറിയത്തില്ല, എന്തെങ്കിലും ചെയ്യാം, പോയി സംസാരിക്കാം എന്നൊക്കെ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ വർഷം LBSൽ അലോട്ട്മെൻറ്റിന് കിട്ടുന്ന ടൈമിലാണ് അച്ഛൻ പോയി ചെന്ന് ചോദിച്ചിങ്ങനെ പഠിത്തത്തിന് ആവശ്യത്തിന് ഇങ്ങനെ പൈസ തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ ആ തരാം, അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്നുണ്ട്. അലോട്ട്മെൻറ്റ് കിട്ടിയ ടൈമിൽ പോയി ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ തരാം. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ടൈം അങ്ങ് കഴിഞ്ഞ് പൈസ അടയ്ക്കാൻ ടൈം അത് ക്യാൻസലായിപ്പോയി.
ബിജുകുമാറിന്റെ മരണത്തിന് പിന്നാലെ ബാങ്കിലെ ക്രമക്കേടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. വായ്പ നൽകിയതിലും നിയമനത്തിലും വൻ തട്ടിപ്പ്. സഹകരണ ചട്ടം മറികടന്ന് ബാങ്ക് പ്രസിഡന്റ് അണിയൂർ ജയകുമാറിന്റെ സഹോദരിയുടെ മകളെ സെക്രട്ടറിയാക്കി, ഭാര്യയെ ബോർഡ് അംഗമാക്കി. ഈ 2018-19 അവിടെ വ്യക്തമായ ഒരു ആഡിറ്റ് നടന്നില്ല. ആ ആഡിറ്റ് നടക്കുമ്പോൾ ഈ സംഘത്തിൽ നീക്കിയിരിപ്പ് തുകയും ലോണായി കൊടുത്തിട്ടുള്ള തുകയും പോയിട്ട് 5 കോടി രൂപ കാണാതെ ഇല്ലാതെയായി. പിന്നീട് ഇന്റേണൽ ആഡിറ്റ് നടന്നപ്പോൾ അത് 17 കോടി രൂപയായി ഉയർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ തള്ളിയ ജയകുമാർ ബിജുവിന് ഒരു പണവും നൽകാനില്ലെന്നും ബിജുവിന്റെ പേരിൽ 22 ലക്ഷത്തിലധികം ബാധ്യതയുണ്ടെന്നും പ്രതികരിച്ചു. ഞാൻ അങ്ങനെ കടം വാങ്ങുന്ന ആളല്ല. എനിക്ക് സ്വകാര്യ ബിജുവിന് ഈ നാട്ടിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. അവർ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ തന്നെ ഉണ്ട്. അവരിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയത് ഈ പാവപ്പെട്ട പയ്യൻ്റേത് ഞാൻ 2 ലക്ഷം രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദോഷം കിട്ടും. ആ കാര്യത്തിൽ അവർ പറയുന്നതിൽ ഒരുവിധ ഇതുമില്ല. കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ജയകുമാറിൽ നിന്ന് മൊഴിയെടുത്തു. സംഭവത്തിൽ സഹകരണ വകുപ്പിന്റെയും അന്വേഷണം നടക്കുകയാണ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. അതേസമയം സഹകരണ സംഘത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാവും ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ അണിയൂർ ജയകുമാർ 24നോട് പറഞ്ഞത്. ആത്മഹത്യ ചെയ്ത ബിജുകുമാറിന് 1 രൂപയും നൽകാനില്ല. ബിജുകുമാറിന് ബാങ്കിൽ 22 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും അണിയൂർ ജയകുമാർ പറയുന്നു. ഞാൻ അങ്ങനെ കടം വാങ്ങുന്ന ആളല്ല. എനിക്ക് സ്വകാര്യ ബിജുവിന് ഈ നാട്ടിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. അവർ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ തന്നെ ഉണ്ട്. അവരിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയത് ഈ പാവപ്പെട്ട പയ്യൻ്റേത് ഞാൻ 2 ലക്ഷം രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദോഷം കിട്ടും. ആ കാര്യത്തിൽ അവർ പറയുന്നതിൽ ഒരുവിധ ഇതുമില്ല. കഴക്കൂട്ടം പോലീസ് അണിയൂർ ജയകുമാറിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. പ്രതീഷ്, ഈ അണിയൂർ ജയകുമാറിനെതിരെ രൂക്ഷമായ വിമർശനം ആത്മഹത്യ ചെയ്തയാളുടെ കുടുംബം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ പോലീസ് നടപടികളും തുടരുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് പ്രതീഷ്? റീജിത്ത്, ബിജുകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അണിയൂർ ജയകുമാറിനെതിരെയും ചെമ്പഴന്തി അഗ്രികൾച്ചറൽ സഹകരണ സംഘത്തിനെതിരെയും ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്ന കാര്യം. ജയകുമാറിന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തി ബിജുകുമാർ 2.5 ലക്ഷം രൂപ നൽകിയത്. ഈ പണം ആവശ്യപ്പെട്ട മാസങ്ങളായി പുറകെ നടന്നിട്ടും ഇത് നൽകിയില്ല. മാത്രമല്ല, ഈ ബാങ്കിൽ ചിട്ടി പിടിച്ച തുകയിൽ 1,1.5 ലക്ഷത്തിലധികം രൂപ തരാനുണ്ട്. ഇതാണ് കുടുംബം പ്രധാനമായും പറയുന്ന കാര്യം. ഇതിൽ മനംനൊന്താണ് ബിജുകുമാർ ജീവൻ ഒടുക്കിയത് എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം ഈ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് അണിയൂർ ജയകുമാർ. 1 രൂപ പോലും ബിജുകുമാറിന് നൽകാനില്ല എന്നതാണ് അണിയൂർ ജയകുമാറിന്റെ വിശദീകരണം. മാത്രമല്ല, ഈ പല ലോണുകളും ചിട്ടികളും എടുത്ത വകയിൽ 22 ലക്ഷത്തോളം രൂപ ബാങ്കിൽ ബിജുകുമാർ തിരിച്ചടയ്ക്കാനുണ്ട് എന്നുള്ള ഒരു ന്യായീകരണം കൂടിയാണ് ഇപ്പോൾ അണിയൂർ ജയകുമാർ നടത്തുന്നത്. പക്ഷേ കുടുംബം തന്നെ പറയുന്ന കാര്യം, ഈ എടുത്ത ലോണുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ കൃത്യമായ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് കുടുംബം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജയകുമാർ പറയുന്ന ന്യായീകരണം അല്ലെങ്കിൽ ഈ വിശദീകരണം കുടുംബവും പൂർണ്ണമായും തള്ളുകയാണ്. ഈ സംഭവത്തിൽ നിലവിൽ കഴക്കൂട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് അല്പസമയം മുമ്പാണ് ജയകുമാറിന്റെ വീട്ടിൽ ഈ കഴക്കൂട്ടം പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സഹകരണ വകുപ്പിന്റെയും ഈ അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വലിയ ക്രമക്കേടുകൾ നേരത്തെ മുൻകാലങ്ങളിൽ ഈ ബാങ്കിൽ നടന്നു എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൂടി വ്യക്തമാക്കുന്ന കാര്യം. 2018 ശേഷം ഈ സഹകരണ സംഘത്തിൽ ഓഡിറ്റ് നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ, ഈ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണത്തിലും സഹകരണ സംഘത്തിന്റെ അന്വേഷണത്തിലും യാഥാർത്ഥ്യം പുറത്തു വരുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പുറത്തിറക്കിയ ഡോക്യുമെന്ററി പിൻവലിച്ച് സംവിധായകൻ. തൃശൂർ കുറ്റിമുക്ക് സ്വദേശി KR സുഭാഷ് 2016 തെരഞ്ഞെടുപ്പിൽ പിണറായി എന്ന ബ്രാൻഡിന്റെ പ്രൊമോഷനു വേണ്ടിയാണ് യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് നിലപാടില്ലാത്ത വ്യക്തിയായി മാറിയ സാഹചര്യത്തിലാണ് ഡോക്യുമെന്ററി പിൻവലിച്ചതെന്നാണ് സംവിധായകന്റെ വിശദീകരണം. ഒരു കണ്ടന്റ് നിൽക്കുന്നത് ഡോക്യുമെൻ്ററി ഫിലിം മേക്കറെ സംബന്ധിച്ച് അതിൻ്റെ സത്യസന്ധത ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി നിലനിൽക്കില്ല. 2016 തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനെക്കുറിച്ചായിരുന്നു തൻ്റെ ഡോക്യുമെൻ്ററി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നിലപാടില്ലാത്ത വ്യക്തിയായി പിണറായി വിജയനെ കാണേണ്ടി വന്നു. അതിനാൽ ഡോക്യുമെൻ്ററി പിൻവലിക്കുകയാണെന്നും KR സുഭാഷ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന പിണറായിയെ കുറിച്ച് ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററി
ഈ അടുത്ത കാലത്തായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളില്ലാത്ത ഒരു മനുഷ്യനായിട്ട് കാണേണ്ടി വന്നു. അവിടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഡോക്യുമെൻ്ററി പിൻവലിക്കുക എന്നുള്ള സംവിധായകൻ എന്നുള്ള രീതിയിൽ അത് ഞാൻ ചെയ്തു. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. VS അച്യുതാനന്ദൻ നിലപാടുകളുടെ പുറത്തു നിന്നിട്ടുള്ള വ്യക്തിയാണ്. സ്വന്തം മകനെതിരെ പറഞ്ഞത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നായിരുന്നു. പിണറായിക്ക് ആ നിലപാടില്ല. VS സ്വന്തം മകനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിച്ചോട്ടെ എന്നല്ലേ പറഞ്ഞ്. അത് പറയാൻ എത്ര ധൈര്യമുണ്ട്? ഇദ്ദേഹം വീണ വിജയൻ്റെ പേരിലോ അല്ലെങ്കിൽ മകൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെ ഒരു അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് പറയൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഗുണ്ടാ സംഘമെന്നും വിമർശനം. വളരെ ദയനീയ അവിടുത്തെ അവസ്ഥ. ഒരു കണ്ണൂരത്തെ ഗുണ്ടാ സംഘം ഭരിക്കുന്ന പിണറായിയുടെ ഓഫീസ്. സാധാരണക്കാരന് ഇതില്ല. ഇനിയിപ്പോൾ ഞാനിത് വെറുതെ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. പിണറായി വിജയന്റെ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ പറഞ്ഞിരുന്ന ഡോക്യുമെന്ററി എഡിറ്റ് ചെയ്ത വാഴ്ത്തുപാട്ടാക്കിയെന്നും സംവിധായകന്റെ തുറന്നു പറച്ചിൽ. ഒറ്റയാൻ പോക്കുണ്ടല്ലോ, അതൊരു വ്യക്തിക്ക് ആവാം. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ മുഴുവനും കൊണ്ടുപോയി തൻ്റെ കുടുംബത്തെ കൊണ്ട് കെട്ടി പോകുന്ന നിലപാടുകളെയും ജീവിതത്തെയൊക്കെ മറന്നു പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയേ പറ്റൂ. ആ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. പ്രതിഷേധ സൂചകമായി ഡോക്യുമെന്ററി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പിൻവലിച്ചു. 24 തൃശൂർ. ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.